അവതാറിലെ പാണ്ടോറ യാഥാർത്ഥ്യമാകുമോ? ഭാവിയിൽ അങ്ങനെ ഒരുപക്ഷെ സംഭവിച്ചേക്കാം. അതിലേക്ക് വെളിച്ചം വീശുന്ന ചില കണ്ടെത്തലുകളിലേക്ക് ശാസ്ത്രലോകം എത്തിയിട്ടുണ്ട്. നമ്മുടെ സൗരയൂഥത്തിന് ഏറ്റവും അടുത്തുള്ള നക്ഷത്ര സമൂഹമാണ് ആൽഫ സെന്റോറി. ശരിക്കും ഇതിനെ നക്ഷത്ര സമൂഹം എന്ന് വിളിക്കാനാകില്ല. വെറും 4.25 പ്രകാശവർഷം അകലെ മാത്രമുള്ള 3 നക്ഷത്രങ്ങൾ ചേർന്നൊരു സിസ്റ്റമാണിത്. 2024 വരെ ഇവിടെ 2 ഗ്രഹങ്ങളെ മാത്രമേ കണ്ടുപിടിച്ചിരുന്നുള്ളൂ. അതിൽ ഏറ്റവും വലുത് ആൽഫ സെന്റോറി എ ആയിരുന്നു. പക്ഷേ 2024 ഒരു സംഭവം എല്ലാം മാറ്റിമറിച്ചു. 2024 ഓഗസ്റ്റിൽ ജെയിംസ് വെബ് ഒരു അസാധാരണ വസ്തു കണ്ടെത്തി. ശനിയുടെ വലുപ്പമുള്ള ഒരു വാതക ഭീമൻ. ശാസ്ത്രജ്ഞർ അതിനു നൽകിയ പേര് S1 എന്നായിരുന്നു. ഈ ഗ്രഹം ആൽഫ സെന്റോറിയുടെ ഹാബിറ്റേറ്റ് സോണിലാണ് ഓർബിറ്റ് ചെയ്യുന്നത്, അതായത് വെള്ളം നിലനിൽക്കാൻ സാധ്യതയുള്ള പ്രദേശം. പക്ഷേ ഇവിടെ വലിയൊരു ട്വിസ്റ്റ് ഉണ്ട്. 2025 ഫെബ്രുവരിയിലും ഏപ്രിലിലും ഈ ഗ്രഹത്തെ ജെയിംസ് വെബ് വീണ്ടും നിരീക്ഷിച്ചു. പക്ഷേ S1 കണ്ടെത്താനായില്ല. അതോടെ പ്ലാനറ്റിന് മറ്റൊരു വിശേഷണം കൂടി ലഭിച്ചു: അപ്രത്യക്ഷനാകുന്ന ഗ്രഹം. ശാസ്ത്രജ്ഞരുടെ കണക്കുകൂട്ടൽ പ്രകാരം S1 ഇനി കാണണമെങ്കിൽ 2026 2027 വരെ കാത്തിരിക്കണം. ഇവിടെയാണ് സയൻസ് ഫിക്ഷനും സയൻസുമായി കൈകോർക്കുന്നത്. അവതാറിലെ പാൻഡോറ ഒരു മൂണാണ്. പോളിഫീമസ് എന്ന സാങ്കല്പിക നീലവാതക ഭീമൻ മാതൃഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ് പാൻഡോറ. അതായത് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ S1 അവതാറിലെ സാങ്കല്പിക പോളിഫീമസും ഭീമൻ വാതക ഗ്രഹങ്ങളാണ്. രണ്ടിന്റെയും വലുപ്പം ഏകദേശം സമാനം. രണ്ടും ഹാബിറ്റേറ്റബിൾ സോൺ. ഇത് വെറും യാദൃശ്ചികത മാത്രമാണോ? അല്ലെങ്കിൽ ജെയിംസ് കാമറൂൺ എന്ന സംവിധായകൻ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി കണ്ടതാണോ? ഇവിടെയാണ് ജെയിംസ് കാമറൂൺ എന്ന ജീനിയസിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവതാർ എടുക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം ശാസ്ത്രജ്ഞരുമായി സംസാരിച്ചിരുന്നു. ആൽഫ സെന്റോറി സിസ്റ്റം ഭൂമിക്ക് ഏറ്റവും അടുത്തായതിനാലും അത് സൂര്യനെ പോലെയുള്ള നക്ഷത്രമായതിനാലുമാണ് അദ്ദേഹം ആ പ്രദേശം തന്നെ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് ഇതൊരു യാദൃശ്ചികതയല്ല, മറിച്ച് ശാസ്ത്രീയമായ സാധ്യത മുൻകൂട്ടി കണ്ടിട്ടുള്ള നീക്കമായിരുന്നു. പാൻഡോറ പോലൊരു മൂണിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ? വാതക ഗ്രഹങ്ങൾക്ക് സ്വന്തമായി ഉപഗ്രഹം ഉണ്ടാകുമോ? നമ്മുടെ സൗരയൂഥത്തിൽ തന്നെ വ്യാഴവും ശനിയും ഒക്കെ ചേർന്ന് 300-ലേറെ മൂൺസ് ഉണ്ട്. ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമായ ടൈറ്റന്റെ അത്രയും വലുപ്പമുള്ള ഉപഗ്രഹങ്ങളെയാണ് ടൈറ്റൻ സൈസ് മൂൺ എന്ന് വിളിക്കുന്നത്. ചില ശാസ്ത്രജ്ഞർ പറയുന്നത് S1 ചൊവ്വയുടെ വലിപ്പമുള്ള ഒരു മൂൺ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ്. അതായത് അന്തരീക്ഷമുള്ള, കടലുകളുള്ള, ജീവന് സാധ്യതയുള്ള ഗ്രഹം. എന്നാൽ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ടൈറ്റന് കട്ടിയുള്ള അന്തരീക്ഷമുണ്ടെങ്കിലും അത് ഭൂമിയെ പോലെ ജീവൻ നിലനിർത്താൻ പര്യാപ്തമാകണമെന്നില്ല. ഗവേഷകനായ ഡേവിഡ് കിപ്പിങ്ങിന്റെ അഭിപ്രായത്തിൽ ഒരു ഉപഗ്രഹത്തിൽ സമുദ്രങ്ങളും മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റിയ അന്തരീക്ഷവും ഉണ്ടാകണമെങ്കിൽ അത് കുറഞ്ഞത് ചൊവ്വയുടെ അത്രയെങ്കിലും വലിപ്പമുള്ളതാകണം. അതായത് പാൻഡോറ പോലെ വലിയ മരങ്ങളും ജീവികളുമുള്ള ഒരു ലോകമാകാൻ ടൈറ്റൻ സൈസ് മൂൺ മാത്രം പോരാ. അതിലും വലിയ ചൊവ്വയുടെയോ ഭൂമിയുടെയോ വലുപ്പമുള്ള ഒരു ഉപഗ്രഹം ആവശ്യമാണ്. എങ്കിലും ബാക്ടീരിയകൾ പോലുള്ള സൂക്ഷ്മജീവികൾ ഇത്തരം ടൈറ്റൻ സൈസ് ഉപഗ്രഹങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ കരുതുന്നത്. നമ്മുടെ സൗരയൂഥത്തിന് പുറത്തുള്ള ഗ്രഹങ്ങളെ ചുറ്റുന്ന ഉപഗ്രഹങ്ങളെയാണ് എക്സോമൂണുകൾ എന്ന് വിളിക്കുന്നത്. ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രനെ പോലെ മറ്റ് നക്ഷത്ര സമൂഹങ്ങളിലെ ഗ്രഹങ്ങൾക്കും ഉപഗ്രഹങ്ങൾ ഉണ്ടാകാം എന്ന നിഗമനത്തിലാണ് ശാസ്ത്രലോകം. പക്ഷേ ഈ എക്സോമൂണുകളെ കണ്ടെത്താനുള്ള ശക്തി നമ്മുടെ ടെലിസ്കോപ്പുകൾക്ക് ഇന്നില്ല. പാൻഡോറ പോലൊരു ഗ്രഹം ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ ഇനിയും പതിറ്റാണ്ടുകൾ കാത്തിരിക്കേണ്ടി വരുമെന്ന് ചുരുക്കം. എന്നാലും ഒരു ചെറിയ പ്രതീക്ഷ മാത്രം വെക്കാം. പാൻഡോറ ഇന്നൊരു ഫിക്ഷൻ മാത്രമായിരിക്കും. പക്ഷേ ആൽഫ സെന്റോറയിലെ S1 ഒരു മേൽവിലാസം ഉണ്ടായാൽ അതൊരു യാഥാർത്ഥ്യമാകും. ജെയിംസ് വെബ് കൂടാതെ 2027 വിക്ഷേപിക്കുന്ന നാസയുടെ നാൻസി ഗ്രേസ് റോമൻ ടെലിസ്കോപ്പ് ഇത്തരം എക്സോമൂണുകളെ കണ്ടെത്താൻ കൂടുതൽ സഹായിച്ചേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.